നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഇനി അമേരിക്കയുടെ ഉത്തരവാദിത്തമല്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. എണ്ണ വിതരണം സംരക്ഷിക്കാൻ ഓരോ രാജ്യങ്ങളും സ്വന്തമായി സൈന്യത്തെ സജ്ജമാക്കണമെന്നും ട്രംപ്. സമാധാന ശ്രമങ്ങളുടെ മറവിൽ ആക്രമിച്ച ചതി മറക്കില്ലെന്ന് ഇറാൻ. ഹോർമുസ് വഴി എത്തിയ LPG ചരക്ക് കപ്പൽ മുംബൈ തീരത്ത്. രണ്ടാമത്തെ കപ്പൽ നാളെ മംഗളൂരു തീരത്ത്. ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി സൗദിയും ഖത്തറും ജോർദാനും. ആക്രമണങ്ങളെ അപലപിച്ച് സംയുക്ത പ്രഖ്യാപനം. ആക്രമണങ്ങൾ മേഖലയുടെ സുസ്ഥിരത തകർക്കുന്ന അപകടകരമായ പ്രകോപനമെന്ന നേതാക്കൾ. മിസൈൽ ആക്രമണങ്ങളെ ഇന്നും പ്രതിരോധിച്ച് UAE. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് 4 ഇന്ത്യക്കാർക്ക് പരിക്ക്. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. ലക്ഷ്യം വിദേശ പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുകയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സ്വാതന്ത്ര്യാനന്തരമുള്ള ഏറ്റവും വലിയ ക്രൈസ്തവ വിരുദ്ധ നിയമമെന്ന് ദീപികയുടെ മുഖപത്രം. സഭയുടെ ആശങ്കകൾ അകറ്റുന്നില്ലെന്ന് CBCI. സർക്കാരിന് ഏകാധിപത്യ അധികാരം നൽകുന്ന ബില്ലെന്ന് കർദിനാൾ ക്ലിമിസ് ബാവ. മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടെന്ന് പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. SDPIയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും എന്നും വർഗീയതയ്ക്കെതിരെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേമത്തെ SDPI CPM ബന്ധമെന്ന ആരോപണം വസ്തുതാവിരുദ്ധം. VD സതീശനെ ക്ഷണിച്ചത് ഫേസ്ബുക്ക് സംവാദത്തിനെന്ന് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ പിൻവാങ്ങൽ നിരാശപ്പെടുത്തിയെന്ന് VD സതീശൻ. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് V കുഞ്ഞികൃഷ്ണൻ. പരസ്യമാക്കിയത് 40 ലക്ഷം രൂപ നേതാക്കളുടെ പേരിൽ സ്ഥിര നിക്ഷേപമിട്ടതിന്റെ ബാങ്ക് രേഖകൾ. വമ്പൻ വാഗ്ദാനങ്ങളുമായി NDA പ്രകടന പത്രിക. ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം എന്ന് തലവാചകം. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ഭക്ഷ്യാരോഗ്യ കാർഡ്. എയിംസ് യാഥാർത്ഥ്യമാക്കും. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വർഷത്തിൽ 2 LPG സിലിണ്ടർ സൗജന്യം. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ സർവീസ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും വാഗ്ദാനം. ദേവസ്വം ബോർഡുകൾ പുനഃസംഘടിപ്പിക്കും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ തിരുവനന്തപുരത്തും എറണാകുളത്തും. പശ്ചിമേഷ്യയിൽ യുദ്ധം 5ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളിൽ നിന്ന് US പിൻവാങ്ങുന്നു എന്ന സൂചന നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഇനി അമേരിക്കയുടെ ഉത്തരവാദിത്തമല്ലെന്നും തങ്ങളുടെ എണ്ണ വിതരണം സംരക്ഷിക്കാൻ ഓരോ രാജ്യങ്ങളും സ്വന്തമായി സൈന്യത്തെ സജ്ജമാക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിലെ എണ്ണ വിതരണത്തിൽ ഇനി കപ്പലുകൾക്ക് സംരക്ഷണവുമായി US സൈന്യത്തെ പ്രതീക്ഷിക്കേണ്ടെന്നും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വന്തം നിലയ്ക്ക് എണ്ണ കണ്ടെത്തണമെന്നുമാണ് സഖ്യകക്ഷികൾക്കുള്ള ട്രംപിന്റെ മുന്നറിയിപ്പ്. അമേരിക്കയെ സഹായിക്കാത്തവരെ തിരിച്ചും സഹായിക്കില്ലെന്ന ട്രംപിന്റെ നിലപാട് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ട്രംപിന്റെ പ്രതികരണത്തിന് പിന്നാലെ ദുബായ് തീരത്തിന് സമീപം ദശലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിലുമായി പോയ കുവൈറ്റ് ടാങ്കറിന് നേരെ ആക്രമണമുണ്ടായി. ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്നാണ് ആരോപണം. ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ തീപിടുത്തമുണ്ടായി. കപ്പലിലെ 24 ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇറാനിലെ 230 കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തി. ഇസ്രയേൽ, ഇറാൻ, UAE എന്നിവിടങ്ങളിൽ വ്യാപകമായ മിസൈൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുകയാണ്. ദുബായിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണ് നിരവധി സാധാരണക്കാർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. മാർച്ച് 2 മുതൽ ലബനനിൽ തുടരുന്ന ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1268 ആയതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആഗോള എണ്ണ വിപണിയെയും വ്യോമഗതാഗതത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ യുദ്ധം പടരുന്നത് ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആക്രമണ നീക്കങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി സൗദി അറേബ്യ, ജോർദാൻ, ഖത്തർ എന്നീ രാജ്യങ്ങൾ രംഗത്ത്. ജിദ്ദയിൽ സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ, ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ, ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി എന്നിവർ നടത്തിയ സുപ്രധാന കൂടിക്കാഴ്ചയിലാണ് മേഖലയുടെ സുരക്ഷ മുൻനിർത്തി സംയുക്ത പ്രഖ്യാപനമുണ്ടായത്. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്കും ജോർദാനും നേരെ ഇറാൻ നടത്തുന്ന ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ മേഖലയുടെ സുസ്ഥിരത തകർക്കുന്ന അപകടകരമായ പ്രകോപനമാണെന്ന് നേതാക്കൾ ഒരേ സ്വരത്തിൽ വ്യക്തമാക്കി. ജനവാസ കേന്ദ്രങ്ങളെയും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ഇത്തരം നീക്കങ്ങൾ അന്താരാഷ്ട്ര സമാധാനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കൂടാതെ ഈ സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും ആഗോള ഊർജ്ജ വിതരണത്തെയും ബാധിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചു.
UAEക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണ ശ്രമം ഇന്നും തുടർന്നു. തെക്കൻ ദുബായ് പ്രദേശത്ത് മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് ഇന്ത്യക്കാർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ദുബായ് തുറമുഖത്ത് കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെയും ആക്രമണ ശ്രമം ഉണ്ടായി. UAEക്ക് നേരെയുള്ള ആക്രമണ ശ്രമങ്ങളിൽ 32ാം ദിവസവും ഇറാൻ തുടരുകയാണ്. തെക്കൻ ദുബായ് പ്രദേശത്ത് ആക്രമണ ശ്രമം പ്രതിരോധിച്ചതിനെ തുടർന്ന് മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച 4 ഏഷ്യൻ രാജ്യക്കാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ വീടുകൾക്ക് കേടുപാടുകൾ പറ്റുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ദുബായ് തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കുവൈറ്റ് എണ്ണക്കപ്പലായ അൽ സലാമിക്ക് നേരെയും ആക്രമണ ശ്രമം ഉണ്ടായി. ഡ്രോൺ ആക്രമണ ശ്രമത്തെ തുടർന്ന് കപ്പലിന് കേടുപാടുകൾ സംഭവിക്കുകയും തീപിടുത്തമുണ്ടാവുകയും ചെയ്തു. എന്നാൽ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയെന്നും കപ്പലിലെ 24 ജീവനക്കാരും സുരക്ഷിത ണെന്നും അധികൃതർ അറിയിച്ചു. ഷാർജയിൽ സെൻട്രൽ റീജിയനിലുള്ള തുറയ്യ ടെലികമ്മ്യൂണിക്കേഷൻ ഓഫീസിന് നേരെയും ആക്രമണ ശ്രമമുണ്ടായി. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് നേരെ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായത്. കെട്ടിടത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണ ശ്രമം പ്രതിരോധിക്കാൻ സാധിച്ചുവെന്നും ആളുകൾക്ക് പരിക്കേറ്റില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം UAEയിൽ പബ്ലിക് പ്രൈവറ്റ് സ്കൂളുകൾ വിദൂര വിദ്യാഭ്യാസ രീതി ഏപ്രിൽ 17 വരെ നീട്ടി. മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യം പരിഗണിച്ചാണ് നടപടി. റെസിഡൻസ് പെർമിറ്റ് കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്തിന് പുറത്തുള്ളവർക്ക് മടങ്ങിയെത്താനുള്ള കാലാവധി ഇന്ന് അവസാനിക്കുമെന്ന് UAE ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. ഇറാൻ ആക്രമണ ശ്രമത്തിന്റെ ഭാഗമായി അയച്ച 8 ബാലിസ്റ്റിക് മിസൈലുകളും 4 ക്രൂയിസ് മിസൈലുകളും 36 ഡ്രോണുകളും UAE ഇന്ന് പ്രതിരോധിച്ചു. 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റുവെന്നും UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ബംഗ്ലാദേശ്, ശ്രീലങ്കൻ സ്വദേശികളാണ് പരിക്കേറ്റ മറ്റുള്ളവർ. അതിനിടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി UAEയിലെത്തി. മേഖലയിലെ സംഭവ വികാസങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ചർച്ച നടത്തി. കുവൈറ്റിൽ ഷുഐബ ജലശുദ്ധീകരണശാലയ്ക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തമിഴ്നാട് സ്വദേശി സന്താന ശെൽവത്തിന്റെ മൃതദേഹം കുവൈറ്റ് എയർവേസ് വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോയി. പ്രത്യേക ക്രമീകരണങ്ങൾ വഴി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോ വഴി കൊച്ചിയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോയത്. കൊച്ചിയിലെത്തുന്ന മൃതദേഹം കരമാർഗം തമിഴ്നാട്ടിലെ സെൽവന്റെ വീട്ടിലെത്തിക്കും. മേഖലയിലെ യുദ്ധ സാഹചര്യത്തിൽ നിലവിൽ കുവൈറ്റ് വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ കുവൈറ്റിൽ വെച്ച് മരണമടഞ്ഞ മലയാളികൾ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നേരിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പ്രതിസന്ധികൾ നിലനിന്നിരുന്നു. മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കുന്നതിനായുള്ള വഴികൾ ആരാഞ്ഞുകൊണ്ട് കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി പരമിത ത്രിപാഠി കഴിഞ്ഞ ദിവസം കുവൈറ്റ് അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് സെൽവന്റെ മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള വിമാനം കുവൈറ്റിൽ നിന്ന് നേരിട്ട് പറക്കുന്നതിന് കുവൈറ്റ് അധികൃതർ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയത്. സെൽവന്റെ മൃതദേഹത്തോടൊപ്പം കഴിഞ്ഞ ആഴ്ചകളിൽ കുവൈറ്റിൽ വെച്ച് മരണമടഞ്ഞ സദക്കത്തുള്ള, പ്രിയ റാണി വർഗീസ്, സുനിൽകുമാർ എന്നീ മലയാളികൾ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 23 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളും ഇതേ വിമാനത്തിൽ കൊണ്ടുപോകുവാനും കുവൈറ്റ് അധികൃതർ അനുമതി നൽകി. UAEയിൽ ഏപ്രിൽ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിലുണ്ടായ വർധനവിന്റെ പ്രതിഫലനം UAEയിൽ ഏപ്രിൽ മാസത്തെ ഇന്ധനവിലയിലും പ്രതിഫലിക്കും. മാർച്ച് മാസത്തെ അപേക്ഷിച്ച് പെട്രോൾ, ഡീസൽ വിലയിൽ വർധനവുണ്ട്. ഏപ്രിൽ 1 മുതൽ സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 3 ദിർഹം 39 ഫിൽസ് ആയിരിക്കും നിരക്ക്. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 3 ദിർഹം 28 ഫിൽസ്. E+ പെട്രോളിന് ലിറ്ററിന് 3 ദിർഹം 20 ഫിൽസ് എന്നിങ്ങനെയാണ് ഏപ്രിൽ മാസത്തെ വില. ഡീസലിന് 4 ദിർഹം 69 ഫിൽസ് ആയിരിക്കും ഏപ്രിൽ മാസത്തെ വില. ആഗോള എണ്ണവിലയുടെ അടിസ്ഥാനത്തിൽ എല്ലാ മാസവും ഇന്ധനവില പുതുക്കി നിശ്ചയിക്കുന്ന രീതിയാണ് UAE പിന്തുടരുന്നത്. വിവിധ ന്യൂനപക്ഷ സംഘടനകളുടെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പ് നിലനിൽക്കെ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷം. നിയമ ഭേദഗതിയിൽ സഭ ഉയർത്തുന്ന ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് CBCI കുറ്റപ്പെടുത്തി. അതേസമയം വിദേശ പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതിക്കെതിരെ പ്രതിപക്ഷവും ന്യൂനപക്ഷ സംഘടനകളും പ്രതിഷേധം ശക്തമാക്കുകയാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതും സംഘടനകളെ തകർക്കുന്നതുമാണ് നിയമ ഭേദഗതിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇതിനിടയിലാണ് FCRA ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. പ്രതിപക്ഷാംഗങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികരിച്ചു. പ്രത്യേകിച്ച് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും FCRA ഭേദഗതി ചൂടുപിടിച്ച ചർച്ചയായതോടെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാകും. നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സഭ ഉയർത്തുന്ന ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ കുറ്റപ്പെടുത്തി. അതേസമയം വിദേശ പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുക മാത്രമാണ് നിയമ ഭേദഗതിയുടെ ലക്ഷ്യമെന്നും കോൺഗ്രസും CPM ജനങ്ങളെ തെറ്റിദ്ധരിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു.
ഇരു പാർട്ടികളും ചേർന്ന് നടത്തുന്ന നുണപ്രചാരണമാണ് ക്രൈസ്തവ സമൂഹത്തിൽ അനാവശ്യമായ ആശങ്കകൾ സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. FCRA നിയമ ഭേദഗതിയെയും ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗത്വം നിഷേധിച്ചതിനെയും വിമർശിച്ച് ദീപിക ദിനപത്രം. സ്വാതന്ത്ര്യാനന്തരമുള്ള ഏറ്റവും വലിയ ക്രൈസ്തവ വിരുദ്ധ നിയമം എന്നാണ് എഡിറ്റോറിയൽ വിലയിരുത്തുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ മുസ്ലിം, പാഴ്സി വിഭാഗങ്ങൾക്ക് പോലും പ്രാതിനിധ്യം ലഭിച്ചപ്പോഴും ക്രൈസ്തവരെ തഴഞ്ഞുവെന്നും ലേഖനം പറയുന്നു. FCRA നിയമ ഭേദഗതിയിലും ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രൈസ്തവ പ്രാതിനിധ്യം ഇല്ലാത്തതിലും രൂക്ഷ വിമർശനമാണ് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക എഡിറ്റോറിയൽ ഉയർത്തുന്നത്. FCRA ഭേദഗതി ബിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള മറ്റൊരു മാരകായുധമെന്നാണ് എഡിറ്റോറിയലിലെ വിമർശനം. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരെയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ബിൽ ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നത്. ക്രൈസ്തവ സ്ഥാപനങ്ങളും സമ്പത്തും കണ്ടുകെട്ടാൻ ലക്ഷ്യമിടുന്ന FCRA ഭേദഗതി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയോദ്ദേശപരമായ നിയമങ്ങളിലൊന്നാണെന്നും എഡിറ്റോറിയലിൽ വിമർശനമുണ്ട്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമായിട്ട് പോലും ഒരു മറയുമില്ലാതെ ഇത്തരം അജണ്ടകൾ നടപ്പിലാക്കുന്നത് കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. FCRA ഭേദഗതിക്കൊപ്പം സംഘപരിവാർ ആക്രമണങ്ങൾ, മതപരിവർത്തന നിരോധന നിയമം, ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗത്വ നിഷേധം എന്നിവയും BJPയുടെ ക്രൈസ്തവ വിരുദ്ധതയുടെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു. കോടതി ഇടപെടലിനെ തുടർന്ന് മുസ്ലിം, പാഴ്സി വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ തിരക്കിട്ട് നിയമിച്ചപ്പോഴും ക്രൈസ്തവരെ തഴഞ്ഞു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ പേരിനെങ്കിലും പ്രാതിനിധ്യം ഉണ്ടായിരുന്നെങ്കിൽ തങ്ങൾ ക്രൈസ്തവരെ തുല്യരായി കാണുന്നുണ്ടെന്ന് വാദിക്കാനെങ്കിലും BJPക്കൊരു കച്ചിത്തുരുമ്പാകുമായിരുന്നു എന്നുമാണ് എഡിറ്റോറിയൽ വിമർശിക്കുന്നത്. ഇതോടെ ഈ തെരഞ്ഞെടുപ്പിൽ FCRA ഭേദഗതിയും ന്യൂനപക്ഷ കമ്മീഷനിലെ ക്രൈസ്തവ പ്രാതിനിധ്യവും സജീവ ചർച്ചയ്ക്കുള്ള വിഷയമായി മാറിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, കോട്ടയം. FCRA ബിൽ കേന്ദ്ര സർക്കാരിന് ഏകാധിപത്യം നൽകുന്നതെന്നും പുനഃപരിശോധിക്കണമെന്നും കർദിനാൾ മാർ ബസേലിയോസ് ക്ലെമിസ് ബാവ. സംഘടനകളുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കും. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യാതൊരു ഇടപെടലും ഇല്ലാതെയും കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ സംഘടനകളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ സർക്കാരിന് പരിധിയില്ലാത്ത അധികാരം നൽകുന്നതാണ് ഈ ഒരു വലിയ വെല്ലുവിളി. ഭരണഘടന നൽകുന്ന അവകാശങ്ങളിൽ നിന്നുകൊണ്ട് നിയമപരമായി കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുൻപോ വിശദീകരണം നൽകുന്നതിന് അവസരം നൽകാതെയോ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് സർക്കാർ ഏജൻസികൾ ദുരുപയോഗം ചെയ്യുകയോ പൗരാവകാശങ്ങൾ ധ്വനിക്കപ്പെടുകയോ ചെയ്യാം. FCRA നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ വർഗീയ വിഷത്തോടെ നടപ്പാക്കുന്ന സംഘപരിവാർ അജണ്ടയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇക്കാര്യം ആദ്യം പാർലമെന്റിൽ ഉന്നയിച്ചത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ദേശീയ നേതൃത്വം അതിശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്, പാർലമെന്റിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാനും അവരുടെ സ്വത്തുക്കളും സ്ഥാപനങ്ങളും കവർന്നെടുക്കാൻ വർഗീയ ലക്ഷ്യത്തോടുകൂടി സംഘപരിവാർ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നേർക്കുനേർ സംവാദമുണ്ടാകില്ല. സംവാദം ഫേസ്ബുക്കിലൂടെ മാത്രമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. എന്നാൽ സംവാദത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറിയതിൽ നിരാശയെന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം തന്നെ തിരുത്തിക്കുറിക്കുമായിരുന്ന സംവാദമാണ് പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടത്. ലൈഫ് മിഷൻ വീടുകളുടെ കണക്കുകളെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ഒടുവിൽ നേരിട്ടുള്ള സംവാദത്തിന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പരസ്പരം വെല്ലുവിളിച്ചത്. മാധ്യമങ്ങൾ ഏറെ ആഘോഷിക്കുകയും ചെയ്തു. ആകാംക്ഷയോടും കൗതുകത്തോടും കാത്തിരുന്ന സംവാദം ഒടുവിൽ നേർക്കുനേർ വേണ്ട എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചു. ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. എന്നാൽ 24 മണിക്കൂറായി താൻ കാത്തിരിക്കുകയാണെന്ന് FB പോസ്റ്റ് ഇട്ട പ്രതിപക്ഷ നേതാവ് ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മറുപടി വന്നതോടെ നിരാശ പങ്കുവച്ചു. മുഖ്യമന്ത്രി സംവാദത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി. ഞാൻ വല്ലാത്ത പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി നേരിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടാനുള്ള സ്ഥലവും തീയതിയും അദ്ദേഹം അറിയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ അദ്ദേഹം അത് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയുള്ള ഇതാക്കി മാറ്റി. സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ സംവാദം നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ചില നുണകൾ അദ്ദേഹം പറയുമ്പോൾ അതിന് ഞാൻ മറുപടി പറയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല. ഫേസ്ബുക്കിലൂടെ സംവാദമാകാമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ തയ്യാറല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല. അതിനാൽ സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും തമ്മിലെ കൊമ്പുകോർക്കൽ തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
SDPIയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തങ്ങൾ എന്നും വർഗീയതയ്ക്കെതിരാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേമത്തെ SDPI CPM ബന്ധം തീർത്തും വസ്തുതാ വിരുദ്ധമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിൻ്റെ പ്രായോഗികതക്കനുസരിച്ചുള്ള നിലപാടുകൾ ആളുകൾ സ്വീകരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എയിംസും തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽവേ ശൃംഖലയും തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ സർവീസും ഉൾപ്പെടെ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി NDA പ്രകടന പത്രിക. ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം എന്ന തലവാചകത്തോടെയാണ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ദീർഘവീക്ഷണത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന മാർഗരേഖ 10 വർഷം കൊണ്ട് കേരളത്തിന്റെ സർവ്വ മേഖലകളിലും നേടിയെടുക്കാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളുടെ തെളിമയുടെ കാഴ്ചപ്പാടാണ്. അതിനിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ തിരുവനന്തപുരത്തും എറണാകുളത്തും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. NDA ഘടകകക്ഷി നേതാക്കളുടെയും നൂറുകണക്കിന് പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ NDA പ്രകടന പത്രിക പുറത്തിറക്കി. We will ensure a complete revamp of the Devashom board to increase devotees' participation in the temple management across the Kerala. Friends, the NDA government is committed to ensuring transparency, accountability and the greater participation of devotees in the temple affairs. പാവപ്പെട്ട വനിതകൾക്ക് 2500 രൂപയുടെ പ്രതിമാസ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ് കാലങ്ങളായി കാത്തിരിക്കുന്ന എയിംസ് യാഥാർത്ഥ്യമാക്കും. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 2 സൗജന്യ LPG സിലിണ്ടറുകൾ. ഇത് ഓണത്തിനും ക്രിസ്തുമസിനും നൽകും. ഓരോ വീട്ടിലും 20,000 ലിറ്റർ സൗജന്യ കുടിവെള്ളം, 3000 രൂപ ക്ഷേമ പെൻഷൻ. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽവേ ശൃംഖല. തിരുവനന്തപുരത്തും കോഴിക്കോട് മെട്രോ സർവീസ്. കൊച്ചി മെട്രോയുടെ വിവിധ ഫേസുകൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കും. ഇങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന നിരവധി പ്രഖ്യാപനങ്ങളുണ്ട് പ്രകടന പത്രികയിൽ. എക്വിറ്റി, ഇക്വാളിറ്റി, റെസ്പോൺസീവ് ഗവർണൻസ്. ഇത് മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം അവർ ആവശ്യപ്പെടുന്നത് ഭരണശൈലിയിൽ മാറ്റം, ഗവർണൻസിൽ മാറ്റം, ട്രാൻസ്പെറൻസി അവരാവശ്യമാണ്. ക്ഷേത്രഭരണത്തിൽ ഭക്തർക്ക് കൂടുതൽ പങ്കാളിത്തം നൽകും. ദേവസ്വം ബോർഡുകൾ പുനഃസംഘടിപ്പിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം നടത്തുമെന്നും മാർഗരേഖയിൽ പറയുന്നു. കേരളീയർക്ക് പുതിയ തൊഴിൽ നൽകുന്ന സംരംഭങ്ങൾക്ക് ഓരോ നിയമനത്തിനും 1 ലക്ഷം വരെ കുറഞ്ഞ പലിശയിൽ ലോൺ ലഭ്യമാക്കുന്ന എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം നടപ്പിലാക്കും. സർക്കാർ വിദ്യാലയങ്ങളിൽ ഐച്ഛികമായി ഇംഗ്ലീഷ് മീഡിയം പഠനം ലഭ്യമാക്കുന്ന പ്രഖ്യാപനവുമുണ്ട്. ഓരോ കോർപ്പറേഷനെയും നാടിന്റെ സാമ്പത്തിക വികസനത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഓരോന്നിനും പ്രത്യേകമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. പരസ്പരം രക്ഷിക്കാനുള്ള ഒത്തുകളിയാണ് CPM-ഉം BJP-യും നടത്തുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തുകയാണെങ്കിൽ നടപ്പിലാക്കുന്ന 5 വാഗ്ദാനങ്ങളും രാഹുൽ ജനങ്ങൾക്ക് മുൻപിൽ വെച്ചു. CPM വിട്ട V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും രാഹുൽ ഗാന്ധിയോടൊപ്പം വേദി പങ്കിട്ടു. ഈ വർഷം വിദേശ രാജ്യങ്ങളിൽ നിന്ന് 1.8 കോടിയിലേറെ ഉംറ തീർത്ഥാടകർ എത്തിയതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൈഫീഖ് അൽ റബിയ അറിയിച്ചു. ഉംറ സിയാറത്ത് ഫോറം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2022 അപേക്ഷിച്ച് 2025 വിദേശ ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ 214% വളർച്ച രേഖപ്പെടുത്തി. 2025 സേവനങ്ങളിലുള്ള തീർത്ഥാടകരുടെ സംതൃപ്തി നിരക്ക് 94%-ലെത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി. മദീനയിൽ റൈദ ഷെരീഫിൽ 1.56 കോടിയിലേറെ പേർ സിയാറത്ത് നടത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദമാം സീക്കോ ഹൈപ്പർ അൽ വഫയിലേക്ക് പ്രിയ താരങ്ങളായ ടൊവിനോ തോമസും കയാഡു ലൊഹാറും ഏറ്റവും പുതിയ ചിത്രമായ പള്ളിച്ചട്ടമ്പിയുടെ ട്രെയിലർ ലോഞ്ചുമായി വരുന്നു. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഒരു സിനിമയുടെ എക്സ്ക്ലൂസീവ് ട്രെയിലർ ലോഞ്ച് ഇന്ത്യക്ക് പുറത്തു വെച്ച് നടത്തപ്പെടുന്നു എന്ന അപൂർവ നിമിഷത്തിനായി ഹൈപ്പർ അൽ വഫ സീക്കോ സാക്ഷ്യം വഹിക്കും. ഒപ്പം ജനഗണമന എന്ന ഒറ്റ ചിത്രം കൊണ്ട് ഇന്ത്യൻ സിനിമാ മേഖലയിൽ ഉടനീളം ശ്രദ്ധ നേടിയ പ്രിയ സംവിധായകൻ ഡിജോ ജോസ് ആന്റണിയും എത്തുന്നുണ്ട്. ഹൈപ്പർ അൽ വഫയും ഡിജിറ്റൽ ഡൈനോയും സംയുക്തമായി നടത്തുന്ന മെഗാ ഷോയിലേക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ്. ഏപ്രിൽ 2 വ്യാഴാഴ്ച വൈകിട്ട് 8 മണി മുതൽ ദമാം സീക്കോ ഹൈപ്പർ അൽ വഫയിൽ പള്ളിച്ചട്ടമ്പയുമായി താരങ്ങൾ എത്തും. സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറത്തിന് പുതിയ ഭാരവാഹികളായി ഡോക്ടർ സുഹാജ് അബ്ദുൽ സലീം പ്രസിഡന്റായും ആബിദ് പറക്കലിന് ജനറൽ സെക്രട്ടറിയായും യാസിർ കെ പാരി ട്രഷററായും ചുമതലയേറ്റു. ഡോക്ടർ സപ്ന കോട്ട, മുഹമ്മദ് റാഫി TM, മുഹമ്മദ് അലി കൊളാടി, റിഫാദ് കെ സൈദു, മഹേഷ് പള്ളിയാൽ തൊടി, നുഫൈൽ KK എന്നിവർ സഹഭാരവാഹികളാണ്. തെരഞ്ഞെടുപ്പ് നടപടികൾക്ക്
ഹനീഫ പാറക്കൽ നേതൃത്വം നൽകി. യഹ്യ KK അവതരിപ്പിച്ച പാനൽ ജനറൽ ബോഡി ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. ആരോഗ്യ ബോധവൽക്കരണം, നാട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുവരുന്നവർക്ക് മാർഗനിർദ്ദേശം എന്നിവ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുമെന്ന് പുതിയ ഭാരവാഹികൾ അറിയിച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയെ സന്ദർശിച്ചു. കൊല്ലം അമൃതപുരി ആശ്രമത്തിലെത്തിയ അദ്ദേഹത്തെ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാർ സ്വീകരിച്ചു. തുടർന്ന് അമ്മയെ കണ്ട് വിശേഷങ്ങൾ പങ്കുവച്ച് അനുഗ്രഹം നേടിയ ശേഷം BJP തെരഞ്ഞെടുപ്പ് പ്രചാരണ റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. കൊല്ലം വള്ളിക്കാവ് അമൃത എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലാണ് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഹെലികോപ്റ്റർ മാർഗം എത്തിയത്. അമ്മയുടെ ഭക്തൻ കൂടിയായ അദ്ദേഹം അമൃതപുരി ആശ്രമത്തിലേക്കാണ് ആദ്യം യാത്ര തിരിച്ചത്. അമൃതപുരിയിലെത്തിയ അദ്ദേഹത്തിന് മുതിർന്ന സന്യാസിമാർ ഹൃദയം നിറഞ്ഞ സ്വീകരണം നൽകി. തുടർന്ന് അമ്മയെ കണ്ടു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയെ സന്ദർശിച്ച നിമിഷങ്ങൾ ആത്മീയതയും സൗഹൃദവും ഒന്നിച്ചു ചേർന്ന മനോഹര നിമിഷങ്ങളായിരുന്നു. വിശേഷങ്ങൾ പങ്കുവച്ച് അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ അദ്ദേഹം ആ ദിവ്യ സാന്നിധ്യത്തിന്റെ ശാന്തിയും കരുണയും ഹൃദയത്തിൽ നിറച്ചാണ് അമൃതപുരിയിൽ നിന്നും മടങ്ങിയത്. തുടർന്ന് NDA കരുനാഗപ്പള്ളി മണ്ഡലം സ്ഥാനാർത്ഥി VS ജിതിൻ ദേവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. NDA കരുനാഗപ്പള്ളി മണ്ഡലം സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ്, RSS ജില്ലാ സംഘചാലക് R മോഹനൻ, BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത് എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അമൃത ന്യൂസ്, കൊല്ലം. സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിൽ. യുവനടിയുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. തൊടുപുഴയിൽ വെച്ച് കാർ തടഞ്ഞ് പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. രഞ്ജിത്തിന്റെ പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെ നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. 2 ദിവസം മുൻപ് നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇറ്റലിക്ക് ഇന്ന് ജീവൻ മരണ പോരാട്ടം. പ്ലേ ഓഫ് ഫൈനലിൽ ബോസ്നിയ ആൻഡ് ഹെർസിഗോവിനയാണ് ഇറ്റലിയുടെ എതിരാളികൾ. ഈ കളി ജയിച്ചാൽ 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മുൻ ചാമ്പ്യന്മാരായ ഇറ്റലിക്ക് ലോക പോരാട്ട വേദിയിലേക്ക് തിരിച്ചെത്താം. 4 തവണ ചാമ്പ്യന്മാരായിട്ടുള്ള ഇറ്റലി 2 തവണ റണ്ണേഴ്സപ്പ് ആയിട്ടുണ്ട്. AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യക്ക് ആശ്വാസ ജയം. ഹോങ്കോങ്ങിനെ 2-1 തോൽപ്പിച്ചു. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ത്യ മികച്ച പോരാട്ടമാണ് പുറത്തെടുത്തത്. 4-ാം മിനിറ്റിൽ തന്നെ ഇന്ത്യ ലീഡ് നേടി. അരങ്ങേറ്റക്കാരൻ റയാൻ വില്യംസ് ആണ് ഇന്ത്യക്കായി ലക്ഷ്യം കണ്ടത്. 50-ാം മിനിറ്റിൽ ആകാശ് മിശ്രയിലൂടെ ഇന്ത്യ 2ാം ഗോൾ സ്വന്തമാക്കി. ശക്തമായ തിരിച്ചുവരവിന് ശ്രമിച്ച ഹോങ്കോങ് 65-ാം മിനിറ്റിൽ 1 ഗോൾ നേടി. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.